കാരുണ്യത്തിൻ കഥകൾ പറയും കർഷക പ്രസ്ഥാനം. കേരളക്കരയുടെ സ്വന്തം ജില്ലാ പ്രസിഡന്റ്. ഏറ്റവും വിജയകരമായ പ്രവർത്തനം കേരള സംസ്ഥാനത്ത് നടപ്പാക്കി മാതൃക കാണിച്ച ജനകീയ MLA ആണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരി നമ്മുടെ കേരളവും ഒരു പരിധിവരെ ഇന്ത്യയും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹിക പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ഏറ്റവും ഭീതിയോടെ, ഭയാശങ്കകളോടെ, ജീവഭയത്തോടെ കഴിഞ്ഞുകൂടേണ്ട ഒരവസ്ഥയായിരിക്കും. ആ പരിഹാരത്തിന് വേണ്ടി അതിന്റെ യഥാർത്ഥ പോംവഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി വലിയൊരു സമരം തൃശൂരോ കേരളത്തിലോ മാത്രമല്ല, രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കുകയാണ്. ഈ മാസം 27-ാം തീയതി ആദരണീയനായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP-യുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പാർട്ടിയുടെ MLA-മാരും പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി സംസ്ഥാന പാർലമെന്റിന് മുമ്പിൽ ഒരു വലിയ ധർണ നടത്തുകയാണ്. എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് ആത്യന്തികമായി വേണ്ടത്, അടിസ്ഥാനപരമായി വേണ്ടത് 1972 വന്യജീവി സംരക്ഷണ നിയമം, സെൻട്രൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 ടു ബി അമെൻഡഡ്. ആ നിയമം കാലോചിതമായി പരിഷ്കരിക്കണം. ഈ 72 വന്യജീവി നിയമവും രാജ്യത്ത് 7 തവണ ഭേദഗതിക്ക് വിധേയമായതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഭേദഗതികളെല്ലാം ആ നിയമം കൂടുതൽ കർക്കശമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ ഭേദഗതികളൊക്കെ നടത്തിയത്. അതിൽ 5 തവണയും അമെൻഡ് ചെയ്തത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. 2 തവണ 2017-ലും 2022-ലും BJP ഭരിക്കുന്ന കാലത്തും. പക്ഷേ ഒരേപോലെ തന്നെ കോൺഗ്രസും BJP-യും ജനങ്ങളുടെ ദുരിതം കാണാതെ, കർഷകന്റെ കണ്ണീര് കാണാതെ, മലയോര മേഖലയിൽ ആശങ്കയോടെ ജീവിക്കുന്ന ഒരു ജനതയുടെ വിലാപം കേൾക്കാതെ ആ നിയമങ്ങൾ കർക്കശമാക്കുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ 8 വർഷത്തെ ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിൽ മാത്രം ആകെയുണ്ടായ വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏകദേശം 55,000 വന്യമൃഗ ആക്രമണങ്ങളാണ്. അതായത് 1,00,000-ലധികം മനുഷ്യജീവി സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ സംസ്ഥകൾക്കുള്ളിൽ. ഏതാണ്ട് 1000-ഓളം ആളുകൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥിതി കഴിഞ്ഞ 10 വർഷത്തിനിടയിലുണ്ട്. അതായത് ശരാശരി 100 ആളുകൾ ഓരോ വർഷവും ഏതാണ്ട് 3 ദിവസത്തിൽ ഒരാൾ വെച്ച് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ 1500 ആളുകൾ. അതേപോലെ തന്നെ എടുത്ത കണക്ക് പ്രകാരം 70 കോടി രൂപയുടെ കൃഷിനാശം അല്ലെങ്കിൽ സ്വത്തുനാശം. അവ എത്ര ഭീതിജനകമായ ഒരു സ്ഥിതിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ചുരുക്കത്തിൽ വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നുള്ള നാടൻ പ്രയോഗത്തിന് സമാനമായ രീതിയിൽ ഒരു നിലയിലും പ്രായോഗികമായി ഒരു വന്യമൃഗത്തെ കൊല്ലാൻ കഴിയാത്ത സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ആ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്ന് പറയുമ്പോഴും അവിടെ നാം അനുഭവിക്കുന്ന പ്രതിസന്ധി എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ടാണ് ബഹുമാന്യനായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ടത്? വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം. ആ ഭേദഗതിയുടെ ഭാഗമായി നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കൊല്ലാൻ അനുവാദം തരണം. ആദ്യമായി ഇന്ത്യയുടെ പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് 543 പേരുണ്ട്. നോമിനേറ്റ് ചെയ്ത വേറെ ആളുകളുണ്ട്. അപ്പോ അത്രയേറെ ജനപ്രതിനിധികളുള്ള ഇന്ത്യയിലെ ദേശീയവും പ്രാദേശികവുമായ നിരവധിയായ രാഷ്ട്രീയ പാർട്ടികളുള്ളിടത്ത് ഇന്ത്യ രാജ്യത്താദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വന്യജീവികൾ ആക്രമണകാരികളായി ജനവാസ മേഖലയിലേക്ക് കടന്നു വന്നാൽ അതിനെ വെടിവെച്ചു കൊല്ലണം. ആ വിഷയം
ആ നിലയിൽ പരിഹരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്റെ പേര് കേരള കോൺഗ്രസ് എന്നും മുഖ്യമാന്യമാണ് എന്ന് അത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന എണ്ണമായി പരിമിതപ്പെട്ട എണ്ണ പെരുക്കം മൂലം ഇവ ഇര തേടി കാടിന് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് കള്ളി ഓസ്ട്രേലിയ നമുക്കറിയാം രാജ്യമാണ്, ഇഷ്ടംപോലെ ഭൂമിസ്ഥിതിയുണ്ട്, നമ്മുടെ ഭാരതത്തെക്കാളൊക്കെ വരുന്ന ഒരുപാട് കാടുമുണ്ട്. എന്നിട്ട് പോലും അവർ അവരുടെ ദേശീയ മൃഗമായ കങ്കാരുവിനെ വർഷത്തിൽ മൂന്ന് മാസം വേട്ടയാടാൻ അനുവദിക്കും. മുഴുവൻ വനാതിർത്തിയും പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന് എന്താ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതെന്ന് അറിയാമോ? നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഒരു പൈസ പോലും തൃശ്ശൂര് MP കേന്ദ്രത്തെ ക്യാബിനറ്റിൽ അംഗമായിട്ടുള്ള മന്ത്രിയാണല്ലോ, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നുകിൽ ഈ നിയമം ഭേദഗതി ചെയ്യാൻ നരേന്ദ്രമോദിയോടും ഭൂപീന്ദർ സിംഗ് യാദവിനോടും പറയണം. ഇല്ല എങ്കിൽ കുറഞ്ഞപക്ഷം പ്രതിരോധം ഒരുക്കാനുള്ള പണമെങ്കിലും നമുക്ക് തരണം. ഈ രണ്ട് കാര്യങ്ങളിലും ഒരേപോലെ നിക്ഷേപാത്മകമായ നയം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള അവഹേളനത്തിന്റെയും അവഗണനത്തിന്റെയും അവരെ കാട്ടാനയുടെ മുമ്പിലേക്കും കടുവയുടെ മുമ്പിലേക്കും വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന കിരാത നടപടിക്കെതിരെയാണ് കേരള കോൺഗ്രസ് പാർട്ടി ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. പാടില്ലായ്മയും ഇരട്ടത്താപ്പും. ഒന്ന് ഞാൻ പറഞ്ഞു, 72 ഈ നിയമം കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ് സർക്കാരാണ്. അത് കഴിഞ്ഞ് എത്രയോ കാലം കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിലിരുന്നു. എന്തെങ്കിലും വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ ഒരു മുന്നോട്ട് വന്നു. ഇനി അതുപോട്ടെ, ഇന്ത്യൻ പാർലമെന്റിൽ എത്രയോ കോൺഗ്രസ് എംപിമാർ കേരളത്തിൽ നിന്ന് അടക്കമുണ്ട് ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ശക്തമായി അവർ ഏതെങ്കിലും സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് ആവശ്യപ്പെട്ടോ? ഇത് സംബന്ധിച്ചൊരു സ്വകാര്യ ന്യായം കൊണ്ടുവരാൻ അവർ തയ്യാറായോ? ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം കൊണ്ടുവരാൻ അവർ തയ്യാറായോ? ഞാൻ മുമ്പ് പറഞ്ഞു വന്നൊരു കാര്യം പൂർത്തീകരിച്ചിരുന്ന എനിക്ക് തോന്നുന്നത്, ഞാൻ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. അന്നത്തെ കോൺഗ്രസ് സർക്കാർ പാസാക്കിയ മലയോര ജനതയെ ഇന്ന് ഭീതിയുടെ മുൾമുനയിൽ നിർത്തി ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന 1972 വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റ് ഔദ്യോഗികമായി കൊണ്ടുവന്ന് അമെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, നമ്മുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലയിലെ പ്രഗത്ഭരായ നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട്. തൃശൂർ ജില്ല എല്ലാ കാലത്തും കേരള കോൺഗ്രസിന്റെ ഈ ജില്ലമാണ്. കേരള കോൺഗ്രസിന് മന്ത്രിയും MLA-മാരും ഒക്കെ ഉണ്ടായിട്ടുള്ള ജില്ലയാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്, കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ ഒരു മധ്യഭാഗത്ത് നിന്നുകൊണ്ട് കേരളത്തെ നയിക്കുന്ന ഈ നാട് തന്നെ തീർച്ചയായിട്ടും ഈ ഉജ്ജ്വലമായ സമരത്തിന്റെ നെടുനായകത്വം വഹിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉജ്ജ്വലമായി നാളെ ആരംഭിക്കാൻ പോകുന്ന ഈ തൃശൂർ ജില്ലാ മലയോര ജാഥ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് കേരള കോൺഗ്രസ്.